Good morning, everyone. In the last classes, we learned some exemptions of long-term capital gain. That is 54, 54B, 54D, 54EC, 54EE, and 54F. And in this class, we are going to discuss some other exemptions relating to long-term capital gain. That is section 54G, section 54GA, 54GB, and 54H. And this is the last class relating to this exemption. And first we look at the section 54G. 54G, that is relating to the capital gain on the transfer of asset on shifting of industrial undertaking from urban area to non-urban area. When an assessee transfer or shifting his industrial undertaking from urban area to a rural area, that means a non-urban area. In this case, eligible assessees are any assessee. അപ്പോൾ ഈ 54G എന്ന് പറയുന്നത് ഒരു അസസി അദ്ദേഹത്തിന്റെ അർബൻ ഏരിയയിൽ നിന്നുള്ള ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് നോൺ അർബൻ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്തുകൊണ്ട് നോൺ അർബൻ ഏരിയാസിലേക്ക് വേണ്ട ക്യാപിറ്റൽ അസറ്റുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് ഈ എക്സംഷൻ അവൈൽ ആവുന്നത്. ദെൻ അസറ്റ് മസ്റ്റ് ട്രാൻസ്ഫേർഡ്. The assessee transfer long-term or short-term capital asset in the nature of land and building, plant, machinery, and these are the assets must be used for the purpose of industrial undertaking. Here, assessee must transfer any of these assets and that must be used for the purpose of industrial undertaking in the urban area. ഇപ്പോൾ അർബൻ ഏരിയയിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ലോങ് ടേം ഷോർട്ട് ടേം അസറ്റുകളായിട്ടുള്ള ലാൻഡ്, ബിൽഡിംഗ്, പ്ലാൻ, മെഷീനറി, ഈ അസറ്റുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് അസറ്റ് മസ്റ്റ് അക്വയർഡ്. അപ്പൊ ഈ ട്രാൻസ്ഫർ ചെയ്ത ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഈ എറൈസ് ചെയ്യുന്ന എമൗണ്ട് കൊണ്ട് എന്ത് അസറ്റാണ് അക്വയർ ചെയ്യേണ്ടത്? പ്ലാന്റ്, മെഷീനറി, ലാൻഡ് ഓർ ബിൽഡിംഗ് ഇൻ കണക്ഷൻ വിത്ത് ദ ഷിഫ്റ്റിംഗ് ഓഫ് ദി അണ്ടർടേക്കിംഗ് ടു ദ നോൺ അർബൻ ഏരിയ. പുതുതായിട്ട് നോൺ അർബൻ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അർബൻ ഏരിയയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇൻഡസ്ട്രി റൂറൽ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ റൂറൽ ഏരിയയിൽ വരുന്ന അവിടെ പുതുതായിട്ട് തുടങ്ങേണ്ടി വരുന്ന ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന പ്ലാൻ, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ്, that should he must be acquired by using this amount. And there is a time limit for acquiring the new asset, and that is within the period of 1 year before or 3 years after the date of transfer. And the amount of exemption, that is cost of new asset acquired in the rural area, and the amount invested in the capital gain account schemes, CGAS ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അതുപോലെ നോൺ അർബൻ ഏരിയ അവിടെ പർച്ചേസ് ചെയ്യുന്ന പുതിയ ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, അതിന്റെ എമൗണ്ടും എക്സംഷൻ കിട്ടുന്നതാണ്. സോ ദിസ് ഈസ് 54G. And next exemption, that is capital gain on shifting of industrial undertaking from urban area to a special economic zone, that is 54GA. And in this case, the assessee shifting the industrial undertaking from an urban area to a special economic zone or SEZ. And in this case, the eligible assessees are any assessee. ഈ കേസിൽ അസസി ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അർബൻ ഏരിയയിൽ നിന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. ആൻഡ് വാട്ട് ഇസ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ? Special economic zone, that is an area in which the business laws are different from other parts of the country. അപ്പോൾ ഇന്ത്യയിൽ മറ്റു രാജ്യത്ത് മൊത്തം ഉള്ള ബിസിനസ് ലോയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും ഈ സ്പെഷ്യൽ ഇക്കണോമിക് സോണിലെ ലോസ്. അവിടെ മിക്കവാറും ഡ്യൂട്ടി ഫ്രീ എൻക്ലേവ് ആയിരിക്കും, ടാക്സ് ഫ്രീ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്ന് പറയുന്നത്? ടു അട്രാക്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വേറിട്ട് ഒരു ഏരിയ ആയിട്ട് തിരിച്ചിട്ടുള്ളതാണ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. അപ്പൊ ഈ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ നമുക്കറിയാം, കൊച്ചിയിലൊക്കെ സ്പെഷ്യൽ ഇക്കണോമിക് സോണുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഇക്കണോമിക് സോണിലേക്ക് അർബൻ ഏരിയയിൽ നിന്നും ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് ദ എക്സംഷൻ, ദാറ്റ് ഇസ് 54GA അസസിക്ക് എലിജിബിൾ ആവുന്നത്. ആൻഡ് എലിജിബിൾ അസസി എനി അസസി. Asset must transfer, that is long term or short term capital asset in the nature of land, building, plant, machinery
used for the purpose of industrial undertaking. That we already said in the last section. That is long-term or short-term capital asset that is used for the purpose of industrial undertaking in urban area. That is the asset you must transfer. And asset must be acquired by using that amount, that is the plant, machinery, land, building in connection with the shifting of industrial undertaking from an urban area to a special economic zone. അപ്പോൾ പുതിയ സ്പെഷ്യൽ ഇക്കണോമിക് സോണിലേക്ക് വേണ്ട പ്ലാന്റ്, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ് അതാണ് അസസി അക്വയർ ചെയ്യേണ്ട കാര്യങ്ങൾ ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട്. ആൻഡ് ദർ ഇസ് എ ടൈം ലിമിറ്റ് ഫോർ അക്വയറിംഗ് ദ ന്യൂ അസറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year before or 3 years after the date of transfer. And the amount of exemption, that is the cost of new asset acquired and amount invested in capital gain account scheme. So this is 54A, that is relating to capital gain on shifting of industrial undertaking from urban area to special economic zone. And next exemption, that is 54GB, capital gain on the transfer of residential property for investing in the equity shares of some new SME company. So 54GB. And in this case, eligible assessees are an individual or HUF. ഇപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽസിനും HUFനും മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. അതുപോലെ in this case, the asset must transferred by assessee is residential property or plot of land ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. And that amount he used for acquiring equity shares of new SME company. സ്മാൾ മീഡിയം എന്റർപ്രൈസസിലാണ് സ്മാൾ മീഡിയം എന്റർപ്രൈസുകൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത SME കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയോ ലാൻഡോ സെയിൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് SME കമ്പനികളുടെ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് ഈ എക്സംഷൻ കിട്ടുന്നത്. And there is a time limit for acquiring the new asset, that is within a period of 1 year. And the amount of exemption, there is a proportionate amount the assessee can exempted, that is investment in new asset. അതായത് SME കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രയാണോ that is into capital gain divided by net consideration. നെറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ട്. So investment in new asset into capital gain divided by net consideration. And there is a lock-in period, and the newly acquired asset, that is the equity shares, that should not be transferred for a period of 5 years. 5 വർഷത്തിന് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. So 54GB, that is capital gain on transfer of residential property, and the assessee eligible for this are individual or HUF, and that amount used by assessee for acquiring equity shares of new SME, small medium enterprises, and that asset, newly acquired asset, should not be transferred for a period of 5 years. And the last exemption, that is 54H, that is the extension of time for acquiring new asset or depositing or investing amount of capital gain. ഇപ്പോൾ 54H എന്ന് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും ഇപ്പം നമ്മൾ ഓൾറെഡി പലതും ഡിസ്കസ് ചെയ്തു. 54F ഇതിലൊക്കെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, കോമ്പൻസേഷൻ. ഇപ്പോൾ കമ്പൽസറി, എസ്പെഷ്യലി ദ കമ്പൽസറി അക്വിസിഷൻ കേസിൽ അസറ്റ് അക്വയർ ചെയ്ത് പുതിയ ഇൻവെസ്റ്റ് ചെയ്യുക, പുതിയ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. 2 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാം, 2 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, 3 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ദിസ് ഇയർ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ട്. പലപ്പോഴും ട്രാൻസ്ഫർ ചെയ്താലും എന്ത് കിട്ടണമെന്നില്ല, അതിന്റെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ അതിന്റെ എമൗണ്ട് കിട്ടണമെന്നില്ല. അപ്പൊ എമൗണ്ട് കിട്ടിയതിന് ശേഷം ഉള്ള ഒരു ടൈമുണ്ട്. അപ്പൊ ഇതിൽ ഇത്രയാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ഒറിജിനൽ അസറ്റ്, അതായത് ഒറിജിനൽ അസറ്റ്, ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി അക്വയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അക്വയർ ചെയ്യുകയാണെങ്കിൽ, കമ്പൽസറി അക്വയർ ചെയ്യുകയാണെങ്കിൽ, ടൈം ലിമിറ്റ് ഫോർ അക്വയറിംഗ് ന്യൂ അസറ്റ് ഓർ മേക്കിംഗ് ഡെപ്പോസിറ്റ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ഈസ് കൺസിഡേർഡ് ഫ്രം ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ ആൻഡ് നോട്ട് ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ആ കേസിലൊക്കെ പുതിയ അസറ്റ് അക്വയർ ചെയ്യുന്നതിന് ഒരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്, 3 years 2 years. അതെടുക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്,
ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ, പലപ്പോഴും എമൗണ്ട് കിട്ടുന്നത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ആവും. അപ്പോൾ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ ആണ് എടുക്കേണ്ടത്, അല്ലാതെ നോട്ട് ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ചിലപ്പോൾ 2018 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ എമൗണ്ട് കിട്ടുന്നത് എന്താവും, 2019 സോ ഇൻ ദിസ് കേസ് കൺസിഡർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ, നോട്ട് കൺസിഡർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ, കൺസിഡർ ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ കോമ്പൻസേഷൻ. സോ ഈ എക്സ്റ്റൻഷൻ, ഈ ടൈം എക്സ്റ്റൻഷൻ ആണ് ഏതിൽ വരുന്നത്, 54H. സോ എക്സ്റ്റൻഷൻ ടൈം ഫോർ എക്വയറിംഗ് ന്യൂ അസറ്റ് ഓർ ഡെപ്പോസിറ്റിംഗ് ഇൻ ദ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം, ദാറ്റ് ഈസ് 54H. അപ്പൊ ഇത്രയാണ് എക്സംഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 10ഓളം എക്സംഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും എല്ലാ എക്സംഷനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് പറഞ്ഞ ഈ എക്സംഷൻസ് ഒന്നും പ്രോബ്ലംസ് ഒന്നും ചോദിക്കാറില്ല. സോ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി എക്സംഷൻസ്. അപ്പം എല്ലാവരും എക്സംഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. എനി ഡൗട്ട് ചോദിക്കുക. താങ്ക് യു.